ഛത്തീസ്ഗഡിൽ 10ഓളം പ്രമുഖ ഭീകരർ ഉൾപ്പെടെ തന്നെ നിരവധി കമ്മ്യൂണിസ്റ്റ് ഭീകരർ ആയുധം വെച്ച് കീഴടങ്ങിയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇതോടുകൂടി തന്നെ ചുമപ്പ് നാടയിൽ കുരുങ്ങിയ സംസ്ഥാനമാകട്ടെ ഇപ്പോൾ പൂർണ്ണമായും അത് സ്വാതന്ത്ര്യം നേടിയിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു സൂചന. കീഴടങ്ങിയവർ എല്ലാവരും തന്നെ ഇപ്പോൾ ദർബാർ ഡിവിഷനിലെ സജീവ പ്രവർത്തകരാണ് എന്നതാണ് വിവരം. ഛത്തീസ്ഗഡിൽ വീണ്ടും സമാധാനത്തിന്റെ പാത തിരഞ്ഞെടുത്തിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരർ. സുക്മ ജില്ലയിലെ 10 പ്രമുഖ കമ്മ്യൂണിസ്റ്റ് ഭീകരരാണ് ഇപ്പോൾ ആയുധം ഉപേക്ഷിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നതും. സുക്മയിലെ വസന്തർ ഐച്ചി, അതുപോലെ സുക്മ പോലീസ് സൂപ്രണ്ട്, മറ്റ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് മുൻപാകെയാണ് ഇപ്പോൾ ഇവർ കീഴടങ്ങിയിരിക്കുന്നതും. കീഴടങ്ങിയ എല്ലാവരും തന്നെ ദർഗ ഡിവിഷനിലെ സജീവ പ്രവർത്തകരായിരുന്നു. 2025 അവസാന 3 മാസത്തിനിടെ തന്നെ ഛത്തീസ്ഗഡിൽ നിരവധി കമ്മ്യൂണിസ്റ്റ് ഭീകരരായിരുന്നു ചുമപ്പ് ഭീകരതയിൽ നിന്നും പിൻവാങ്ങിയതും. ഡിസംബർ 10 കങ്കാറിൽ 2 വനിതാ ഭീകരർ ഉൾപ്പെടെ തന്നെ 4 കമ്മ്യൂണിസ്റ്റ് ഭീകരർ കീഴടങ്ങിയിരുന്നു. MMC മേഖലയിൽ നിന്നുള്ള 12 കമ്മ്യൂണിസ്റ്റ് ഭീകരർ മറ്റ് സ്ഥലങ്ങളിലായി തന്നെ കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ബിജാപൂരിൽ 210 കമ്മ്യൂണിസ്റ്റ് ഭീകരരാണ് കീഴടങ്ങിയത്. ബിജാപൂരിൽ 9 വനിതകൾ ഉൾപ്പെടെയാണ് 51 ഭീകരർ കീഴടങ്ങിയതായുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നത്. നവംബർ 28 ജറാം കമ്മ്യൂണിസ്റ്റ് ഭീകര ആക്രമണത്തിന്റെ സൂത്രധാരനായ ചൈതുദാദ ഉൾപ്പെടെ തന്നെ 10 കമ്മ്യൂണിസ്റ്റ് ഭീകരർ വസന്തർ മേഖലയിൽ കീഴടങ്ങുകയും ചെയ്തിരുന്നു. നവംബർ 26 ഗരേഖണ്ഡിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരായ ദമ്പതികളാണ് കീഴടങ്ങിയത്. 50 ലക്ഷവുമായി 27 കമ്മ്യൂണിസ്റ്റ് ഭീകരർ സുക്മയിൽ കീഴടങ്ങുകയും ചെയ്തു. ഒക്ടോബർ 8 70 ലക്ഷവുമായി 16 കമ്മ്യൂണിസ്റ്റ് ഭീകരർ നാരായൺപൂരിൽ കീഴടങ്ങിയിരുന്നു. അതേപോലെ ഒക്ടോബർ 2 103 കമ്മ്യൂണിസ്റ്റ് ഭീകരർ ബിജാപൂരിലെ കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടന വിടുകയാണ് ഉണ്ടായത്. അതേപോലെ തന്നെ ഒക്ടോബർ 6 70 ലക്ഷവുമായി 3 കമ്മ്യൂണിസ്റ്റ് ഭീകരർ കീഴടങ്ങുകയും ചെയ്തു. സമാധാനപരമായി തന്നെ സെപ്റ്റംബറിൽ 17 മുതൽ 18 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്തതിനെ തുടർന്ന് 12 കമ്മ്യൂണിസ്റ്റ് ഭീകരർ അവിടെ കീഴടങ്ങുകയാണ് ഉണ്ടായത്. സെപ്റ്റംബർ 15 അതേപോലെ തന്നെ പിന്നീട് വന്ന സെപ്റ്റംബർ 24 എല്ലാം തന്നെ ദത്തേവാഡയിൽ 71 കമ്മ്യൂണിസ്റ്റ് ഭീകരർ കീഴടങ്ങിയിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ പുനരധിവാസത്തിനുള്ള പുനർമാർഗം അതിന്റെ കീഴിൽ തന്നെ ഇത്രയധികം ഭീകരർ ആയുധം ഉപേക്ഷിച്ച് സമാധാനത്തിന്റെ പാതയാണ് ഇപ്പോൾ പിന്തുടരുന്നത്. ഗോണ്ടി ഭാഷയിൽ നിന്നാണ് ഈ വാക്ക് ഉരുത്തിരിഞ്ഞു വന്നത്. പുനരധിവാസത്തിലൂടെ തന്നെ പുനർജന്മം എന്നതാണ് ഇതിന് അർത്ഥമായി പറയുന്നത്. ആക്രമണത്തിന്റെ പാത ഉപേക്ഷിച്ചുകൊണ്ട് മുഖ്യധാരാ സമൂഹത്തിലേക്ക് മടങ്ങാൻ കമ്മ്യൂണിസ്റ്റ് ഭീകരരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഈ സർക്കാർ നയത്തിന് കീഴിൽ നക്സലൈറ്റുകൾ സാമ്പത്തിക സഹായം, നൈപുണ്യ പരിശീലനം, മറ്റ് സൗകര്യങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നുണ്ട്. അതേസമയം ഛത്തീസ്ഗഡിലെ അജ്പൂർ പ്രദേശം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രദേശമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. 170 ഭീകരന്മാരായിരുന്നു അന്ന് ആയുധം വെച്ച് മുഖ്യധാരയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനായി എത്തിയതും. വടക്കൻ ബസന്തറിലെ കുന്നിൻ പ്രദേശങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന ഭീകരരായിരുന്നു ഇത്തരത്തിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നത്. ഇവിടെ സ്ഥിരമായി തന്നെ നക്സലുകളും കമ്മ്യൂണിസ്റ്റ് ഭീകരരും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവർക്ക് ശക്തമായ ഭാഷയിൽ അന്ത്യശാസനം നൽകുകയും ചെയ്തു. 2026 കൂടി തന്നെ ഭാരതമാകട്ടെ നക്സൽ മുക്ത ഭാരതമാകുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തതിനു ശേഷമായിരുന്നു ഈ കീഴടങ്ങൽ ഉണ്ടായിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭീകരർ മുഖ്യധാരയിലേക്ക് വരുന്നതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ അക്രമം ഉപേക്ഷിക്കുവാനും ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസം അർപ്പിക്കുവാനുമുള്ള അവരുടെ തീരുമാനത്തെ അദ്ദേഹം പ്രശംസിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല 2026 മാർച്ച് 31 കൂടി തന്നെ രാജ്യത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ തുടച്ചു നീക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാനി.